11 വയസ്സായി. 2 വർഷം മുതൽ ഇപ്പം 2 വർഷമായിട്ട് എൻ്റെ മകള് ഒരു ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഹേലർ മാറ്റാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്. 6 മാസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. നമ്മുടെ ഇവിടെ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം. ഇവിടെ തുമ്പോളിൽ ഒരു ഗുരുമന്ദിരത്തിൽ ഗീത ഡോക്ടറെയാണ് എൻ്റെ മോളെ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു നമുക്ക് 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാം, കുഴപ്പമില്ല, നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് 6 മാസം മരുന്ന് കഴിക്കും. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും 2 മാസം കൂടെ നമുക്ക് നോക്കാമെന്ന് പറയും. പക്ഷെ 2 മാസവും ഞാൻ പിന്നെയും നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഉള്ള സൈജു മേഡത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് സജീവ് സാറിൻ്റെ ക്ലാസ്സിൽ പോയി ഞാൻ അറ്റൻഡ് ചെയ്യുകയും അത് സൈജു മേഡത്തിന് ഭയങ്കര ഒരു പ്രഷർ എന്നെ കൊണ്ടുപോയതാണ്. ഞാൻ പോകത്തില്ല, എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് കുളിപ്പിച്ച് എന്നെ കൊണ്ടുപോയതാണ്. സത്യസന്ധമായുള്ള കാര്യം പറയണമല്ലോ നമ്മൾ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ സജീവ് സാറിൻ്റെ ക്ലാസ്സിൽ പോയി. സാറ് ഈ പ്രോഡക്റ്റ് ആദ്യം പരിചയപ്പെടുത്തി തന്നെ ഞാൻ അവിടെ നിന്നോട് ചോദിച്ചു, സാറേ ശ്വാസം മുട്ടൽ മാറുമോ, സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ മാറുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഉറപ്പായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലം പറയാൻ പറയാം. ഞാൻ ഡേറ്റ് വരെ ഞാൻ പറയാം, മാർച്ച് 11-ാം തീയതി ഞാൻ ഈ പ്രോഡക്റ്റ് എൻ്റെ മോൾക്ക് വാങ്ങിച്ചു കൊടുത്ത് ഏപ്രിൽ 11-ാം തീയതി 1 മാസമായി. മെയ് ഇന്ന് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇൻഹേലർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും പിന്നെ സജീവ് സാറിൻ്റെ ആ ക്ലാസ്സിൽ പോയതിൻ്റെ ദൈവഭാഗ്യം കൊണ്ട് എനിക്കിത് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് ആരോ പറഞ്ഞ് കൊടുക്കാൻ പറ്റുമെങ്കിലും അത് ഞാൻ പറയുവാണ്. എനിക്ക് പിന്നെ എൻ്റെ മോളുടെ ഇപ്പം എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. പൈസയുടെ കാര്യത്തിന് മരുന്ന് മേടിക്കുന്നതിന് ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയാണ് ചെയ്തത്. ഒരു മോളേ ഉള്ളൂ എനിക്ക്. പക്ഷേ ഒന്ന് കളിക്കാൻ പോകാനാ, ഒരു ഡാൻസ് കളിക്കാനാ എൻ്റെ മോൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കരോട്ട പഠിക്കണമെന്ന്. പക്ഷെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഒരു 2 വർഷത്തേക്ക് അവളെ നമുക്കിതിന് വിടാൻ പറ്റത്തില്ല. ഇത് മരുന്ന് കഴിച്ച് മാറിയതിന് ശേഷം മാത്രം നമുക്ക് അത് തുടരാമെന്ന് പറഞ്ഞു. ചെയ്യണമെങ്കിൽ അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മോള് ഈ പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത ബാച്ചിൽ അവളെ കരോട്ടയ്ക്ക് വിടാമെന്നും ജോലി ചെയ്യിക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോളുടെ ഇൻഹേലർ മാറ്റാൻ പറ്റിയത്. ഇൻഹേലറും അലർജിയുടെ ഗുളിക 2 വെച്ചാൽ കഴിച്ചത്. രാവിലെ 1 കഴിക്കണമായിരുന്നു, വൈകിട്ട് 1 കഴിക്കണമായിരുന്നു. അങ്ങനെയാണ് കഴിച്ചത്. 2 മാറ്റി ഞങ്ങളിപ്പോൾ ഈ പ്രോഡക്റ്റ് മാത്രമാണ് എൻ്റെ മോൾക്ക് 2 നേരം വെച്ച് കൊടുക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങൾ ഈ പ്രാവശ്യം ഇപ്പം ഞാൻ ഒരു ടൂർ കഴിഞ്ഞിട്ട് 5 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം പിന്നെ തണുത്തവള ഈ സാധനം മൊത്തം നിർത്തി വെച്ചിരുന്നേ. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഐസ്ക്രീം പിന്നെ വെള്ളവും തണുത്തവെള്ളം എല്ലാം ഈ ചൂടിൽ കുടിച്ചിട്ടാണ് വന്നത്. ഇത് ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങൾ വന്നത്. ഇന്നലെ വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്നത്. അതും എൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്ര എനർജിയുള്ള ആളുകളോട് ഇരിക്കുന്നല്ലേ. അപ്പൊ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാല് നമ്മൾ ആർഷമിന്റെ ഒരു ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ല മാഡം കിഡ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ 7.5 വർഷമായിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇന്ന് നമ്മളും കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ജലദോഷമോ പനിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് അതിനൊക്കെ നല്ലതാണ്. ശരിക്കും ഇത് പിള്ളേർക്കുള്ളതാണ്. 2 വയസ്സ് മുതൽ 12 വയസ്സിലുള്ള കുട്ടികളാന്ന് പറയുമ്പോഴും എല്ലാ പിള്ളേർക്കും കഴിക്കാം. നമ്മളും പിള്ളേരല്ലേ, നമ്മുടെ അച്ഛനമ്മയ്ക്ക് നമ്മ മക്കളല്ലേ. അപ്പൊ ഇവിടെ നമുക്കും കഴിക്കാം. ഇതില് നമുക്ക് 48 പോഷണങ്ങളാണ്. 48 ന്യൂട്രിയൻസ് ഫോർ കിഡ്സ്. നമുക്കറിയാം ഇന്ന് മഴ വരുന്ന സമയമായി. അപ്പോൾ പിള്ളേർക്ക് ജലദോഷം, ചുമ, പനി, കഫക്കെട്ട്, കുറുങ്ങല്, ശ്വാസം മുട്ട് ശരിയല്ലേ. കാരണം നമ്മൾ അവർക്ക് നല്ല ഭക്ഷണം ആണെന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഭക്ഷണം കൊടുത്താലും അവര് ബേക്കറി സാധനങ്ങൾ കഴിക്കും. നോൺ വെജ്, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, മൈദ കൊണ്ടുള്ള ഭക്ഷണം, കുർക്കുറെ, ലേസ്, ഐസ്ക്രീം, മിഠായി, ഇതല്ലേ പിള്ളേർക്ക് ഇഷ്ടം ചേട്ടാ? ആണോ? അതോ നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് അത് അവരെന്തായാലും കഴിക്കും. പക്ഷെ അതിന്റെ കൂടെ നമുക്കിത് കൊടുക്കാൻ സാധിച്ചാൽ 48 ന്യൂട്രിയൻസ്, 48 പോഷണങ്ങൾ. ഇതിൽ 3 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. സോയ പ്രോട്ടീൻ,
വേ പ്രോട്ടീൻ ആൻഡ് മിൽക്ക് പ്രോട്ടീൻ. അതുകൂടാതെ ഇതിൽ 10 ആയുർവേദ ചേരുവകളുണ്ട്. കീഴാർനെല്ലി, ചിറ്റമൃത്, മുന്തിരി, അയമോദകം, കറുവപ്പട്ട, ഇഞ്ചി, കുരുമുളക്, പിന്നെന്താണ് പനിക്കൂർക്ക. ഈ രീതിയിൽ 10 ആയുർവേദ ചേരുവകളാണ്. നമുക്കറിയാം തുളസി ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ് അല്ലേ? മാഡത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തുളസി തറയുണ്ട്. എന്തിനാ? വാതിൽ തുറക്കുമ്പോൾ തന്നെ ആ ഓക്സിജന്റെ പ്രവാഹം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവും. ഐശ്വര്യം ഉണ്ടാവുന്ന പറയുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നല്ല ഓക്സിജന്റെ പ്രവാഹം അവിടെ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്വാസമുട്ട്, ആസ്മ, അലർജി പോലെയുള്ള ശ്വസന സംവിധാനം മെച്ചപ്പെടുത്താനായിട്ട് തുളസിക്ക് ഏറ്റവും ഗുണമുണ്ട്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ശ്വാസമുട്ടോ ആസ്മയോ അലർജിയോ ഇൻഹലർ അടിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. ശരിയല്ലേ? ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അവർ കഴിക്കാതിരിക്കെ അവരെ ഭാഗ്യണി അവർ കഴിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കൊടുക്കുക. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും. ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടു, നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. അവരോട് പാല് കുടിക്കരുതെന്ന് പറയണം. പാല് കുടിക്കരുത്. ചൂടുവെള്ളത്തിൽ കാലത്തും വൈകിട്ടും നന്നായിട്ട് സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ നോൺ വെജ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകളോട് പറയാം, ഈ തുളസി ഡ്രോപ്സും കൂടി അതിന്റെ കൂടെ 2-3 തുള്ളി കൊടുക്കാം. തുളസി ഡ്രോപ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അത് വണ്ടർഫുൾ പ്രോഡക്റ്റ്. ഞാൻ ഇതിനെ പറയാ വീട്ടിലെ ഡോക്ടർ എന്ന് പറയാം. വീട്ടിലെ ഡോക്ടർ അല്ലേ? തുളസി എന്ന് പറഞ്ഞാൽ രാമതുളസി, ശ്യാമതുളസി, കർപ്പൂര തുളസി, വന തുളസി ആൻഡ് കൃഷ്ണ തുളസി. 5 തരം തുളസികളാണ് ഇത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീട്ടിലും നമ്മൾ വെക്കേണ്ട സാധനം അത്. മഴ വരാണ്, കഫക്കെട്ട് ഒക്കെ വരും. അപ്പോൾ ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കൊടുക്കുക. കൂടുതലുള്ള ആളുകൾക്ക് ഇതിന്റെ കൂടെ 2-3 തുള്ളി ഇതും കൂടി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് പ്രശ്നമില്ലാത്ത ആളുകൾ വരാതിരിക്കാനായിട്ട് നമ്മൾ പറയില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 2-3 തുള്ളി തൊഴിച്ച് കുടിക്കുക. അപ്പൊ നമുക്ക് കഫക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് വരത്തില്ല. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് എടുത്ത് പറയത്തക്ക ഗുണം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? എന്താണ് എന്താ സാറൊന്ന് പറയൂ. ഇത് ഉപയോഗിച്ചിട്ട് ഇതൊന്നും പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ആകെ 185 രൂപേന് വരുന്നുള്ളൂ. ഇനി ഡിസ്കൗണ്ട് കാർഡ് എടുത്താൽ വീണ്ടും വില കുറയും. ശരിയല്ലേ? പിന്നെ 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. ഇനി ഐഡിയ എടുത്തില്ലെങ്കിലും നമുക്ക് എത്ര ഗുണകരമായ ഒരു കാര്യമാണ്. ഒരു ശ്വാസം മുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ചുമ വന്നു, ഡോക്ടറെ കാണാൻ പോലിയ മാഡം എത്ര കാശ് കൊടുക്കണം? ഞങ്ങളുടെ അവിടെയൊക്കെ മിനിമം 250 രൂപ ഫീസ് അല്ലേ? സാറേ എന്തിലാണ് സാറ് ജോലി ചെയ്യുന്നത്? പോലീസിലാണ്. എവിടെ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ സാറ്? ഇവിടെ തന്നെയാണോ? വെരി ഗുഡ്. ഒരു നല്ല ഐഡിയ ആവട്ടെ. ഒരു പോലീസുകാരനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പട്ടാളക്കാരൻ, ഒരു പോലീസുകാരൻ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ പോണെങ്കിൽ മിനിമം 250 രൂപ കൊടുക്കണം. ശരിയല്ലേ? അന്നത്തെ ജോലി പോയി. 500 രൂപയുടെ മരുന്നാൾ എഴുതും. ശരിയല്ലേ? ഇനി ആന്റിബയോട്ടിക് വലിച്ചു കയറ്റി വേറെ അസുഖം വേറെ ഉണ്ടാവും. ശരിയാണോ? ജസ്റ്റ് ഒരു 150, ഞാൻ ഒരു 2-3 മാസം നമുക്കത് ഉപയോഗിക്കാം അല്ലേ? ഇത് നമ്മുടെ വീട്ടിൽ വെക്കുക. ഡെയിലി വെള്ളം കുടിക്കുമ്പോൾ 2-3 തുള്ളി നമ്മൾ അതിൽ ഒഴിച്ച് കുടിക്കുക. ഇനി കഫക്കെട്ടൊക്കെ വരാണെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളത്തിൽ 2-3 ഡ്രോപ്പ് ഒഴിച്ച് ആവി കൊള്ളാം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 185 രൂപയുള്ളൂ. നമ്മൾ അധ്വാനിച്ചിട്ട് എന്തുകൊണ്ട് സാധാരണക്കാരായിട്ട് ഇരിക്കുന്നു? കാരണം നമ്മൾ അധ്വാനിക്കുന്ന പൈസ മൊത്തം മാർക്കറ്റിലുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോവാണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു. ഇപ്പൊ മാഡം കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. എല്ലാ മക്കൾക്കും നമ്മൾ ഇത് കൊടുക്കാം. ഇതിന്റെ ഒരു ഗുണം ഞാനൊന്ന് കാണിച്ചു തരാം. ന്യൂചാർജ് കിഡ്സ്. ഓക്കെ, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് 49 പോഷണങ്ങൾ അടങ്ങിയ ആരോഗ്യ പാനീയം. ഇത് മാംഗോ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. മാംഗോ എന്ന് പറയുമ്പോൾ അൽഫോൺസ മാംഗോ, മാങ്ങകളുടെ രാജാവാണ് അൽഫോൺസ മാംഗോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊന്ന് പരിചയപ്പെടുത്താം. എന്താ കാരണം? വരും തലമുറ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. അതാണ് ആർഷവിന്റെ ലക്ഷ്യം. നോക്കി, കുട്ടികളുടെ ഉയരവും അതിന് BMI-യും വർദ്ധിപ്പിക്കുന്നു, ഗ്രഹണശേഷി മെച്ചപ്പെടുത്തുന്നു. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ ആൻഡ് ഫൈബർ. ഇത് നോക്കി, കീഴാർനെല്ലി. ആരെ വായിക്കും സാറൊന്ന് വന്നേ. കീഴാർനെല്ലി കരളിന്റെ മികവാർന്ന പ്രവർത്തനത്തിനും വിശപ്പിനും, ഇരട്ടി മധുരം, ചുമ, ജലദോഷം, തൊണ്ടവേദന, ചിത്തമൃത, ബുദ്ധിശക്തിക്ക്, അയമോദകം, ദഹനം, പ്രതിരോധശേഷി, ഇഞ്ചി, ജലദോഷം, പനി, ദഹന പ്രശ്നങ്ങൾ, തുളസി, ശ്വസന സംവിധാനം മെച്ചപ്പെടുത്തുന്നു, പനിക്കൂർക്ക, ചുമ, കഫക്കെട്ടിന്, കറുവപ്പട്ട, രക്തശുദ്ധീകരണം, മുന്തിരി, രോഗപ്രതിരോധ ശേഷി,
കുരുമുളക്, മൂക്കടപ്പ്, ജലദോഷം. ഇപ്പൊ 10 ആയുർവേദ ചേരുവകളാണ് നമുക്ക് ഇതിലുള്ളത്. 10 എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്കി. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹോർലിക്സും ബൂസ്റ്റും കിട്ടും, നല്ല ടേസ്റ്റാ. ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല. ന്യൂട്രിചാർജ് കിഡ്സിന് ഹോർലിക്സിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് അത് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടും, അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടും, ഒരു അസുഖങ്ങളും അവർ ബാധിക്കില്ല. ഓക്കെ, നല്ല കൈഡി കൊടുക്കുന്ന സാധനമുണ്ട്.